റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി നൂറനാട് പോലീസ് എന്ന വാർത്തയാണ് എത്തുന്നത്. ബൈക്കുകൾ പോലീസ് തകർത്ത ശേഷം കറ്റാനം സ്വദേശി സാലു സജിയുടെ പേരിൽ കേസ് ചുമത്തി. നൂറനാട് CI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങൾ തകർത്തത് എന്നാണ് റിപ്പോർട്ട്. പോലീസ് ബൈക്കുകൾ തകർക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം ലെവിൻ ചേരും. അതിനു മുമ്പ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ പോലീസ് ആണ് ബൈക്കുകൾ തകർക്കുന്നത് എന്നത് ഇപ്പോൾ ദൃശ്യങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി ആ ബൈക്ക് ചവിട്ടി താഴെയിടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ബൈക്കുകൾ തകർക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നൂറനാട് പോലീസിനെതിരെയാണ് ഈ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പോലീസ് ജീപ്പിലെത്തിയ പോലീസ് സംഘം ബൈക്ക് തള്ളി ചവിട്ടി താഴെയിട്ട് തകർത്തതിനു ശേഷമാണ് ഈ സാലു സജിയെ കള്ളക്കേസിൽ പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് സാലു സജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത് 14 മണിക്കൂറിന് ശേഷമാണ് സാലു സജിയെ പോലീസ് വിട്ടയച്ചതെന്നും അറിയുന്നു. നമുക്ക് സാലു സജിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ ദൃശ്യങ്ങൾ കാണുന്നത് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്ന് ബൈക്ക് തകർക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ കെ വിജയൻ, എന്താണ് ഇതിൻ്റെ പ്രകോപന കാരണം? ഈ ദൃശ്യങ്ങളിലുള്ളത് പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നു, അതിൽ നിന്ന് പോലീസ് ഇറങ്ങുന്നു, ആ ബൈക്ക് ചവിട്ടി താഴെയിടുന്നു, അതിനുശേഷം അവർ എങ്ങോട്ടോ പോകുന്നു എന്നതാണ്. എന്തിൻ്റെ പേരിലാണ് ഈ സാലുവിനെ കസ്റ്റഡിയിലെടുത്തത് ആദ്യം? അരുൺ, കഴിഞ്ഞ ദിവസം ന്യൂഇയറിന് ജനുവരി 1 പുലർച്ചെ 2:30 ഈ സംഭവങ്ങൾ നടക്കുന്നത്. നൂറനാടുള്ള കറ്റാനത്തുള്ള തുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം അന്ന് ആ ക്ഷേത്രത്തിലെ സപ്താഹ ചടങ്ങുകൾ നടക്കുന്നു. അതിനു ഭാഗമായി കുറെ ചെറുപ്പക്കാർ, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ന്യൂ ഇയർ ആഘോഷങ്ങളും മറ്റുമായി ക്ഷേത്രത്തിന് സമീപം രാത്രി സമയം ചെലവഴിക്കുന്നു. ഈ സമയത്ത് ആളുകൾ വിളിച്ചു പരാതി പറയുന്നു. ചെറുപ്പക്കാർ ഇവിടെ ചേർന്ന് ബഹളം വെക്കുന്നു എന്നുള്ള പരാതി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പിന്നീട് ഈ ചെറുപ്പക്കാർ ഓടിപ്പോകുന്നു. ഇത്രയുമാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത്. അതിനുശേഷമാണ് ഈ സംഭവത്തിൽ ഈ കള്ളക്കേസ് എടുത്തു എന്നുള്ള പരാതിയിന്മേലുള്ള അടിസ്ഥാനമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സാലു എന്നുള്ള ചെറുപ്പക്കാരനെ, 22 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തനിക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്നുള്ളതാണ് പരാതി. പോലീസ് ഉദ്യോഗസ്ഥർ CIയും SIയും ചേർന്ന് മർദ്ദിക്കുന്നു. രാത്രി സമയം മുഴുവൻ സ്റ്റേഷനിൽ നിർത്തി തന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ള പരാതിയാണ് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് അറിയിച്ചത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ പരാതിയിൽ അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം 2:15 പോലീസുകാർ ഈ തുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപത്തേക്ക് വാഹനത്തിൽ പോലീസ് ജീപ്പിലെത്തുന്നു. തുടർന്ന് ഈ പോലീസുകാരെ കണ്ടതിന് പിന്നാലെ തന്നെ ചെറുപ്പക്കാർ ആ പ്രദേശത്തു നിന്നും ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് കാണുന്ന ദൃശ്യങ്ങൾ പോലീസുകാർ ചേർന്ന് അവിടെ ആ ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, 7 വാഹനങ്ങൾ ആ പാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ഉരുട്ടിക്കൊണ്ട് വന്ന് റോഡിന് നടുവിലിട്ട് ആ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും വാഹനങ്ങളിൽ കേടുപാട് വരുത്തുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ബൈക്കുകളടക്കം 7 വാഹനങ്ങളാണ് പോലീസുകാർ ഇത്തരത്തിൽ തട്ടി തകർക്കുന്നതും മറ്റും അല്ലെങ്കിൽ അതിന് കേടുപാട് വരുത്തുന്നതും മറ്റും. പിന്നീട് ഈ ഓടിയ ചെറുപ്പക്കാരിൽ ഒരാൾ, ആ സമയത്ത് പോലീസിനെ കണ്ട് ഓടിയ ചെറുപ്പക്കാരിൽ ഒരാൾ സാലു അവിടെ തെന്നി വീഴുന്നു. ഈ പോലീസുകാർ ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ CI മർദ്ദിച്ചു. തുടർന്ന് വന്ന പോലീസുകാർ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് സാലു ആരോപിക്കുന്നത്. തുടർന്ന് ഇയാളെ കൂടി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. കേസ് ഈ സാലുവിന്റെ മണ്ടയിൽ, വാഹനങ്ങൾ തകർത്തതിന്റെ പേരിലുള്ള കേസ് സാലുവിന്റെ മണ്ടയിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR ഇടുന്നു. പൊതുസ്ഥലത്ത് സംഘർഷമുണ്ടാക്കിയതിനും മറ്റുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സാലുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസ് ഒരു കള്ളക്കേസ് ചുമത്തിയിരിക്കുന്നു. ഈ ബൈക്കിന്റെ കുറ്റമാണ് ഇപ്പോൾ ഈ സാലു സജുവിനെതിരെ ചുമത്തിയിരുന്നത്, അല്ലേ? പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യക്കാരെത്തിയതിന് പിന്നാലെ വിട്ടയച്ചത്. ഈ രാത്രി സമയത്ത് പല പോലീസുകാരും സ്റ്റേഷനിലെത്തി തന്നെ ഉപദ്രവിച്ചു, പലരും അസഭ്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല തുടങ്ങിയ പരാതികളാണ് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതികരണവും നമുക്ക് ലഭ്യമാണ്. ദൃശ്യങ്ങളിലൂടെ തന്നെ പോലീസ് ഇത്തരത്തിലൊരു വ്യാജമായി കേസുണ്ടാക്കി ഒരു ചെറുപ്പക്കാരനെ കേസിൽപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതാണ്. ഇക്കാര്യം നമ്മൾ നൂറനാട് CI T ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ പറയുന്നത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വിളിച്ചറിയിച്ചതിന്
എത്തിയതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തുന്നത്. ആ പ്രദേശത്ത് ചെറുപ്പക്കാർ ചേർന്ന് പുലർച്ചെ 2 മണിയോടുകൂടി സംഘർഷമുണ്ടാകുകയും അടിപിടിയുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് പോലീസ് എത്തിയതിന് പിന്നാലെ കണ്ട ദൃശ്യങ്ങൾ വാഹനങ്ങൾ തല്ലി തകർത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അല്ലാതെ പരാതിക്കാരൻ ഉന്നയിക്കുന്നത് പോലെ പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തില്ല എന്നുള്ള ഒരു ആരോപണവും ഇയാൾ നൂറനാട് CI ശ്രീജിത്ത് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാലുവിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. രാഷ്ട്രീയ നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശരി, നമുക്ക് സാലു സജിയുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. ലെവിൻ കെ വിജയൻ, സാലു പ്രതികരിച്ചു, നമ്മളോട് കേൾക്കാം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ CI ഇവിടെ റെഡിയായിരുന്നു. ഇടിച്ചിട്ട് എന്നെ അകത്ത് കയറ്റി വരുന്നവരും പോകുന്നവരും എല്ലാം വന്ന് ചീത്ത വിളിക്കുകയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് രാവിലെ ജാമ്യക്കാർ വരുമ്പം വിടാമെന്ന് പറഞ്ഞിട്ട് ജാമ്യക്കാർ വന്നിട്ട് എന്നെ വിട്ടില്ല. പോലീസുകാർ ഈ ബൈക്ക് റോഡിൽ നിന്നെടുത്ത് നടുക്കിട്ട് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ആ കുറ്റമാണ് സാലു സജിയുടെ മേൽ ചുമത്തുകയും പോലീസുകാർ കയ്യേറ്റം ചെയ്തു എന്നതാണ് സാലു സജിയുടെ ആക്ഷേപം. നൂറനാട് CI ശ്രീജിത്തിനും സംഘത്തിനുമെതിരെയാണ് ഈ സാലു സജിയുടെ ആക്ഷേപം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സാലു സജിയുടെ തീരുമാനമെന്നറിയുന്നു. എന്നാൽ പോലീസ് സംഭവം നിഷേധിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പക്ഷേ പോലീസിന്റെ വേർഷൻ അല്ല സാധൂകരിക്കുന്നത്. പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ ജീപ്പ് തൊട്ടടുത്തുണ്ടായിരുന്ന ബൈക്കുകൾ റോഡിലേക്ക് മാറ്റി അവർ തള്ളിയിടുന്നതും ആ ബൈക്ക് പോലീസുകാർ തല്ലി തകർക്കുന്ന ദൃശ്യങ്ങളും ആ CCTVയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. ലെവിൻ കെ വിജയനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.